ഇതാണ് മിത്ര ഹെർമിറ്റേജ് ആയുർവേദിക് ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് എത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 16 കിലോമീറ്റർ അകലെ തിരുവല്ലം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിശ്വവിഖ്യാതമായ കോവളം ബീച്ച് ഇവിടെ നിന്നും വെറും 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതിമനോഹരമായ ഒരു റിസപ്ഷനാണ് ഇവർ ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. കൺസൾട്ടേഷൻ, ലൈബ്രറി, മെഡിക്കൽ റെക്കോർഡ്സ്, ഫാർമസി ഇങ്ങനെ എല്ലാം ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടറുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഞാൻ എനിക്ക് അലോട്ട് ചെയ്ത മുറിയിലേക്ക് പോവുകയാണ്. വളരെ ആകർഷണീയമായ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് കോറിഡോർ ഉടനീളം അലങ്കരിച്ചിരിക്കുന്നു. ഇടനാഴികൾ വളരെ ഭംഗിയും വൃത്തിയോടും കൂടി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. എനിക്ക് അനുവദിച്ച മുറിയിലേക്ക് ഞാൻ കയറി. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത്രയും ക്ലീൻ ആൻഡ് ടൈഡിയായ ഒരു ഹോസ്പിറ്റൽ റൂം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകളും അതുപോലെ തന്നെ പ്ലീസിംഗ് ആയിട്ടുള്ള കളറുകളുമാണ് മുറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ബാൽക്കണിയിലും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുവാനായി ഒരു വലിയ സോഫയും ഒരു ടേബിളും ചെയറും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. കാരണം നമ്മൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധം വൃക്ഷലതാദികളാൽ ചുറ്റും ഇടതൂർന്നു നിൽക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ടോയ്ലറ്റുകൾ വളരെ വൃത്തിയായി അവർ സൂക്ഷിക്കുന്നതായി കാണാം. ഒരുപക്ഷെ അതിന് പ്രധാന കാരണം ഇവിടെ അധികവും വന്ന് താമസിക്കുന്നത് വിദേശ പൗരന്മാർ ആയതുകൊണ്ടാകാം. ഇക്കാര്യത്തിൽ വിദേശീയർ കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കുമല്ലോ. എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ ഇനിയും സമയമുള്ളതിനാൽ ഈ ഹോസ്പിറ്റലും പരിസരങ്ങളും ഒന്ന് ചുറ്റിക്കാണാനായി ഞാൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. പ്രധാനപ്പെട്ട ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ അവർ ഒരു യോഗ ഹാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ വരുന്ന രോഗികൾക്കായി ഒരു യോഗ ടീച്ചർ എന്നും രാവിലെ ക്ലാസ് എടുക്കാൻ വരുമത്രേ. ഇവിടെയും വളരെ ഭംഗിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായി കാണാം. യോഗ സെൻറ്ററിൽ നിന്നും ഇറങ്ങി ഞാൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ കാണുവാനായി നടന്നു. പാതയോരത്തെ പൂന്തോട്ടത്തിൽ അങ്ങിങ്ങായി ഔഷധച്ചെടികൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. അവയുടെ ചുവട്ടിൽ തന്നെ ഭംഗിയായി അതിൻ്റെയെല്ലാം ശാസ്ത്രനാമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ട്രീറ്റ്മെൻറ്റ് റൂമും വളരെ വൃത്തിയായും ചുമർ ചിത്രങ്ങളാൽ അലങ്കരിച്ചും മനോഹരമായി സജ്ജമാക്കിയിരിക്കുന്നു. അവിടെ നിന്നും പൂന്തോട്ടത്തിലെ പാതയിലൂടെ പുറകിലുള്ള മറ്റു ബിൽഡിങ്ങുകൾ കാണാനായി പോയി. വളരെ മനോഹരമായി കേരളത്തനിമയിലും എന്നാൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കോട്ടേജുകളാണ് ഇവർ ഇവിടെ രോഗികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും പുറകിലായി കിള്ളിയാറ് എന്ന നദിയാണ് ഒഴുകുന്നത്. ഈ നദിക്കരയിലിരുന്ന് വളരെ ആനന്ദകരമായി നമ്മുടെ സായാഹ്നങ്ങൾ ചിലവഴിക്കാവുന്നതാണ്. കൂടാതെ ചികിത്സകൾക്കിടയിലെ ഇടവേളകളിലും ഇവിടെ രോഗികൾ വന്ന് കാറ്റുകൊള്ളാനിരിക്കുന്നത് കാണാം. കേരളത്തനിമ ഒട്ടും കളയാതെയാണ് ഇവിടെ കോട്ടേജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അകത്ത് കയറി നോക്കിയാൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ കോട്ടേജുകളും ഒരുക്കിയിരിക്കുന്നതായി കാണാം. ശരിക്കും ഒരു ടൂറിസ്റ്റ് നേച്ചർ റിസോർട്ട് ആണോ എന്ന് തോന്നിപ്പോകും ഈ ആശുപത്രി കണ്ടാൽ. അതുപോലെ തന്നെ ഇവിടെ വരുന്ന രോഗികൾക്കായി
നല്ല രുചിയുള്ള വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പുന്ന ക്യാൻറ്റീനും ഒരുക്കിയിരിക്കുന്നു. 3 നേരം ഇവിടെ നമുക്ക് കൃത്യതയോടെ ആരോഗ്യകരമായ ഭക്ഷണം നൽകുന്നു. താമസവും ഭക്ഷണവും വിവിധ ഇനം മരുന്നുകളും ചികിത്സയുമെല്ലാം അടങ്ങുന്ന പാക്കേജുകളാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെയുള്ളപ്പോൾ 20ഓളം വിദേശികളാണ് എന്നോടൊപ്പം ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നത്. അതിൽ ഇന്ത്യനായിട്ട് ഞാൻ മാത്രം. ന്യൂ ഇയറിൻ്റെ തൊട്ട് മുൻപായിട്ടായിരുന്നു എൻ്റെ ചികിത്സ. ഞാൻ ഏകദേശം ഒരാഴ്ച ഇവിടെ സ്പെൻഡ് ചെയ്തു. എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞത് ഡിസംബർ 31-നായിരുന്നു. അന്നേ ദിവസം ഇവിടുത്തെ മാനേജ്മെൻറ്റ് അന്തേവാസികൾക്കായി വളരെ പ്രയത്നിച്ച് ഒരു സ്പെഷ്യൽ ഡിന്നറും അതിനുശേഷം ഫയർ ക്രാക്കേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണോ ഇത്രയും നാൾ കഴിഞ്ഞതെന്ന് തോന്നിപ്പോയി. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ അവിസ്മരണീയമാക്കിയതിന് മിത്ര ഹെർമിറ്റേജ് ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും മാനേജ്മെൻറ്റിനും നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും മതിയാകാത്ത സൗകര്യങ്ങളും അനുഭവങ്ങളുമാണ് ഈ ഹോസ്പിറ്റൽ പ്രദാനം ചെയ്യുന്നത്. വളരെ മേന്മയുള്ള ചികിത്സയും കൃത്യമായ ഭക്ഷണവും ദിനചര്യകളും ഉള്ളതിനാൽ ഇവിടെ വരുന്ന വിദേശികൾ ഇവിടെ തന്നെ എല്ലാ വർഷവും സ്ഥിരമായി എത്തുന്നവരാണ്. എല്ലാ തരത്തിലുള്ള ആയുർവേദിക് ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. ഞാൻ ഇവിടെയുള്ള ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ എപ്പോഴും വിദേശികൾ സ്ഥിരമായി വരുന്നതിനാൽ ഈ സ്ഥാപനം എപ്പോഴും ഫുള്ളി ബുക്ക്ഡ് ആയിരിക്കും. ആയതിനാൽ അവർ അധികമായി ഈ ഹോസ്പിറ്റൽ അഡ്വർടൈസ് ചെയ്യാറില്ലത്രേ. എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നവർ അമേരിക്ക, ജപ്പാൻ, ജർമ്മനി, ബെൽജിയം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അവരെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ ചികിത്സയെക്കുറിച്ചും മറ്റ് സൗകര്യങ്ങളെക്കുറിച്ചും എന്നോട് പറഞ്ഞത്. ന്യൂ ഇയർ ഡിന്നറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവരുടെ മുഖങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാം അവർ എത്രമാത്രം സന്തുഷ്ടരാണെന്ന്. ഇവരിൽ പലരും 1 മാസത്തോളം ഇവിടെ താമസിച്ച് ചികിത്സ കഴിഞ്ഞാണ് സ്വദേശത്തേക്ക് മടങ്ങുന്നത്. അതുപോലെ ഞാനും ചികിത്സ കഴിഞ്ഞ് സന്തോഷവാനായി പുതുവർഷ പുലരിയിൽ വീട്ടിലേക്ക് യാത്രയായി. മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.